എന്ന് പറയുന്ന ട്രൈബിന്റെ മോറുങ്ങാണിത്. മോറുങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹട്ടിന്റെ പേരാണ് മോറുങ് എന്ന് പറയുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഓലയിലൊക്കെ എല്ലാ വീട്ടിന് മുന്നിലില്ലേ ഈ കാള പോത്ത ഇതിനുള്ളൊരു ഇവരെ നാഗാലാൻഡിന്റെ ഒരു ചിഹ്നാട്ടോ. നാഗാലാൻഡിന്റെ ഒരു ചിഹ്നം കേട്ടോ, സ്റ്റേറ്റിന് ഒരു സിമ്പിൾ ഉണ്ട്. അത് ഇതേപോലത്തെ കാളകളോ അങ്ങനത്തെ ചിഹ്നങ്ങളായിരിക്കും. യുണൈറ്റഡ് നാഗാലാൻഡിലാണ് അവരെ ചിഹ്നത്തിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവുന്നത്. സിലങ്ക എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ആട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആളാട്ടോ നമ്മളിവിടെ. ഇവിടെ ഡ്രസ്സിന്റെ പ്രത്യേകത നോക്കിയാൽ ഇതില്ല, എന്താ കുപ്പായൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു മുണ്ട് പോലെ ഇങ്ങനെ കെട്ടീന്. ഇതേപോലെ തന്നെ ഇതാ കമ്മലും ഒക്കെ ഒരു വെറൈറ്റി കമ്മലാണ്. നോക്കിയതാ, എന്താ മനസ്സിലായത്? നമ്മളെ നൂലില്ല, നൂല് കൊണ്ടൊരു കമ്മൽ, പിന്നെ മാല വയ്ക്കുക. ഇത്ര സിമ്പിൾ ഫ്രീക്കനല്ലേ? ഫ്രീക്കൻ നമ്മുടെ ഈ നാട്ടിലെ ഫ്രീക്കനാണ്, സിമ്പിൾ ഫ്രീക്കൻ. വയസ്സായിട്ടും ഫ്രീക്കായിട്ടും നടക്കുന്നു. അങ്കാമി ട്രൈബാണ് ഒരു മേജർ ട്രൈബ്. ഇവരാണ് ഫസ്റ്റ് ക്രിസ്ത്യാനിറ്റി എംബ്രേസ് ചെയ്ത ആദ്യത്തെ ട്രൈബാണ് അങ്കാമി ട്രൈബ്. ഇവരുടെ വേഷവിധാനങ്ങളൊക്കെ കാണും. ഇതല്ല അപകടകരം എന്ന് പറയുന്ന ട്രൈബാണ് അങ്കാമി ട്രൈബ്. അവരുടെ മോറുങ്ങാണിത്. നമുക്കിവിടെ കാണാം അതിമനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെയാണ്. അങ്കാമി ട്രൈബിൻ്റെ ഹട്ട്. അതിന് എൻട്രൻസ് തന്നെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ കിടന്നു. ഇവർ ഹെഡ് ഹണ്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്, തലവെട്ടുന്ന ആൾക്കാർ. ഇപ്പോൾ അതിൻ്റെ വംശത്തിലുള്ള കുറച്ച് ആൾക്കാർ ആ കാര്യങ്ങളൊന്നും ഇപ്പോഴും തുടരുന്നില്ല. രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ മുറങ്ങിൻ്റെ ഇൻസൈഡും അവരുടെ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകട്ടെ. അവർ ഇതേപോലെ ഇങ്ങനെ ഇരിക്കേണ്ട സ്ഥലം ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ബിയർ അടിക്കുന്നു കേട്ടോ, ബിയർ അടിക്കുന്നവർ ഇവരെ ലോക്കൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ബിയർ ആട്ടോ ഇവർ അടിക്കുന്നത്. അതിനുള്ള ഫുഡ് കാര്യങ്ങൾ അവർ മില്ലറ്റിന്റെ ബിയർ. അപ്പോൾ ഇവര് അത് ഇവിടുത്തെ ആൾക്കാരെ കൂടുതലും ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ലോക്കൽ പ്രിപ്പയർഡ് ആയിട്ട്. ഇതിൻ്റെ അകത്ത് പാത്രങ്ങൾ പല സാധനങ്ങളും എക്സിബിറ്റ് ചെയ്യും. ഇത് ചക്കീസാങ് കാരു എന്നാണ് പറയുന്നത്. ഇതൊരു ട്രൈബിൻ്റെ പേരാണെന്ന് തോന്നുന്നു. അവരുടെ മറുങ്ങിലേക്കാണ് നമ്മൾ വരുന്നത്. ചക്കീസാങ് ട്രൈബ്. ചക്കീസാങ് ട്രൈബിനെ പറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ. സെപ്പറേറ്റ് എത്നിക് ഗ്രൂപ്പ് സിൻസ് 46. ഇറ്റ് കംപ്രൈസ് ഓഫ് ഡൈവേഴ്സ് സബ് ട്രൈബ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അവരെ താമസം എങ്ങനെയാണ്, അവരുടെ വീടിൻ്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, ആ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നാഗാലാൻഡിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാ ട്രൈബ്സിനും ഓരോ ലാംഗ്വേജുകളുണ്ടാവും, പ്രാദേശിക ലാംഗ്വേജുകളുണ്ടാവും. ഇന്ത്യയിലെ തന്നെ ഒരുപാട് ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഇവരെ ട്രൈബ്സിനെ സംബന്ധിച്ചോളം ഇവരെ മറ്റു ട്രൈബ്സുമായി ഇവരെ അടുപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഇവിടെ പ്രചരിപ്പിക്കുന്ന നിർണായക പങ്കുവഹിച്ചത് ക്രിസ്ത്യൻ മിഷനറിമാരാണ്. ക്രിസ്ത്യൻ മിഷനറിമാരുടെ സ്ഥാപനങ്ങളിൽ കൂടുതലും ഭാഷാധ്യാപകരായി എത്തിയിരുന്നത് സൗത്തിലെ എസ്പെഷ്യലി കേരളത്തിലെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഒരു സെക്കൻഡ് ഹോം പോലെയാണ്, അല്ലെങ്കിൽ അതിഥികളെ പോലെയാണ് ഇവർ നമ്മളെ വരവേൽക്കുന്നത്. അടുത്തത് സംഗ്തം എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. അവരുടെ മുറങ്ങാണിത്. അപ്പോൾ നമ്മളെ ആ ട്രൈബിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഇതുപോലുള്ള മുറങ്ങുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഇന്നൊന്നും തീരില്ല. അപ്പോൾ ഇത്രയും ടൈം എടുക്കും. അവരുടെ മുറങ്ങിൻ്റെ കവാടത്തിൽ തന്നെ ഒരു മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയുടെ പിക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുഡ് ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറി അവർ കഴിക്കുന്നുണ്ട്. റൈസ് ബിയർ ഉണ്ട്. സംഗ്തം എന്ന് പറയുന്ന ട്രൈബ്സ് യൂസ് ചെയ്യുന്ന ക്യാപ്പാണ്, അവർ യൂസ് ചെയ്യുന്ന ക്യാപ്പാണ്. അപ്പോൾ ഇതാ കണ്ട, ഇത് പുലിയുടെ നഖം, അതേപോലെ തന്നെ കാട്ടുകരടിയുടെ പല്ല്, അതേപോലെ തന്നെ ഇത് കരടിയുടെ ചിറകുകൾ. വെറൈറ്റി ആയിട്ടോ. ക്യാപ്പ് ഇടാനൊക്കെ തരും കേട്ടോ, പിക്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ക്യാപ്പ് ഇടാനൊക്കെ ഇവർ തരും. ഭയങ്കര ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി. സോ ഗുഡ് ഗൈസ്, സോ ഗുഡ് പീപ്പിൾ. ഈ കത്തിയാണ് യൂസ് ചെയ്യുന്നത്. യംക്യൂം എന്ന് പറയുന്ന ഒരു ട്രൈബിൻ്റെതാണ്. അവരുടെ മോറമാണ്. അപ്പോൾ ഇത് നമ്മുടെ കരടിയുടെ
ഇതാണ് കരടിയുടെ നോക്കാണ്. ഇത് സിംഹത്തിന് നോക്കട്ടെ. നമ്മള് പല മൃഗങ്ങളും കണ്ടിരുന്നു, പക്ഷെ സിംഹത്തിന് നോക്ക് വെച്ചിട്ട് ഇതേപോലെ മാലയായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പല്ലാട്ടിത് പല്ലാണ്. പിന്നെ ഇത് കാട്ടുപന്നിയുടെ गौरी का ना जंगल गौरी ना उसका दांत है കാട്ടുപന്നി എന്ന് പറയുന്നൊരു ട്രൈബ്സിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ട സിംഹത്തിന്റെ പല്ലാട്ട്, സിംഹത്തിന്റെ പല്ലാട്ട് ഇവർ ഇത് മാലയായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. മാലക്കുള്ള ഇവർ സിംഹത്തിന്റെ പല്ലാട്ട് ഇതാക്കുന്നത്. പിന്നെ ഇത് കരടിയുടെ നഖത്തിനെ കൊണ്ട് ഉപയോഗിച്ചാണ്. പിന്നെ ഇത് കാട്ടുപന്നിയുടെ ഒരു ഇതുപോലത്തെ ഒരു സംഭവത്തെ കൊണ്ട് ഇതാക്കിയാണ്. പിന്നെ ഇതാക്കിയ കമ്മൽ വെക്കിയ അത് മുതലയുടെ ചമടി, അതെന്ന് പറഞ്ഞാൽ അതിന്റെ തൊലി, മുതലയുടെ തൊലി ഉപയോഗിച്ചുണ്ടാക്കിയത്. ഇതൊക്കെ എത്ര വെറൈറ്റി ആണല്ലേ. ശരിക്കും നിങ്ങൾ ഓൺബിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ വരണം. ഇത് അത്ര വെറൈറ്റി ആണ്. ഇൻക്യും എന്ന് പറയുന്ന ഗോത്രവർഗത്തിന്റെ മുറുങ്ങാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം കയറി അവരുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിരുന്നു. കിയാമുയോൺ എന്ന് പറയുന്ന ഒരു മുറങ്ങിന്റെ ഹൗസിലാണുള്ളത്. അപ്പോൾ അവരുടെ സുന്ദരനായ ഒരു കുട്ടപ്പൻ അവന് മുന്നിലുണ്ട്. നമ്മൾ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കേട്ടോ. അവരെ നല്ല ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആ സംഭവം കണ്ടോ, കടുവാ, അതിന്റെ പല്ലെന്ന് ഉണ്ടാക്കിയതാണ്. ഇതിവർ ജസ്റ്റ് ഒന്നൊരു മാല പോലെ ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഈ ക്യാപ്പിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നേരത്തെ കണ്ട പോലെ തന്നെ കരടിയുടെ ഇത് മേലുള്ളത് മിഥുന്റെ ഹോണാണ്. അതിന്റെ ഹോണിന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുത്താണ്. പിന്നെ ഇത് കരടിയുടെ രോമം. അതെ. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഇത് പുലിയുടെ നഖം ഉപയോഗിച്ചുകൊണ്ടുള്ളത്. പിന്നെ ഇത് ഓൺബില്ല്. ഇത് കണ്ട ജസ്റ്റ് ഒന്ന് ബെല്ലാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഹെഡ് ഹണ്ടേഴ്സ് ആണ്. വുമൻസ് കൂടി ഇവരെ ഹെഡ് ഹണ്ടറിൽ ഉൾപ്പെട്ടതാണ്. അത് മാത്രമല്ല ഇത് ഓജി സ്ത്രീകളുടെ എയർ കൂടിയാണ് കേട്ടോ. ഓജി ആണ് ഇത്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഓജി സാധനം കൂടിയാണ്. ഓക്കെ. ഇവരുടെ ഹെഡ് ഹണ്ടറും കൂടിയാണ്. ഇവരെ കണ്ടാൽ പോരെയോ ഒരുപാട് ആൾക്കാരെ തലവെട്ടിയ മനുഷ്യനെന്ന് പറയാൻ കഴിയോ? അവരെ വെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ. ട്രൈബിന്റെ മുറുങ്ങാണിത്. ഏത് മുറങ്ങിന്റെ അടുത്ത് പോയാലും ഇതുപോലെ വെടിവെക്കുന്നതുണ്ട് കേട്ടോ. അപ്പം അതിന്റെ മരുന്നാട്ടിത് ഒരു ലോക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഇതാട്ടോ. പക്ഷെ ഭയങ്കര ഒച്ചയാട്ടിത്. എവിടെ നോക്കിയാലും ഒച്ച. ഈ ഒരു ഫുൾ സ്ഥലം അറിയും ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് വെടിവെച്ച. ഇത്രക്കും ഭയങ്കര ഒച്ച. 100 രൂപ കൊടുത്താൽ ആർക്കും വെക്കാട്ടോ വെടി. ഇത് ടൈഗറിന്റെ വൈൽഡ് ബോർ. അത് സെയിം ആണ്. കൊണിയാക്ക് എന്നൊരു ട്രൈബ്സിന്റെ അവരുടെ ഡ്രസ്സിംഗ് പാറ്റേൺ തന്നെയാണ് ഉള്ളത്. ഇവരുടെ എല്ലാ ട്രൈബ്സും മാലയായിട്ടും അതുപോലെ തൊപ്പിക്കും അതുപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് സെയിം തന്നെ കേട്ടോ. പുലി, കാട്ടുപന്നി ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ റോയൽ ട്രൈബ് ആട്ടോ. ഇവര് രാജാവ് രാജ്ഞി എന്നൊരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന മനുഷ്യന്മാരാണ്. കാല് വയ്ക്കോ കരടിന്റെ ഇതാട്ടത്. ഇതൊക്കെ ഇനി ഒരുപക്ഷെ കേരളത്തിലെ നെക്സ്റ്റ് ടൈം ട്രെൻഡ് ആയിട്ട് വരാം കേട്ടോ. കരടിന്റെ ഉപയോഗിച്ചും ഇതാട്ടോ ട്രെൻഡിങ് സെക്ഷനിൽ വരാനുള്ള ചാൻസ് കൂടുതലായിട്ട്. ഇത് മിസ് ഹോം എന്ന് പറയുന്ന ഇവരെ കമ്മ്യൂണിറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതാണ്, സൗന്ദര്യ മത്സരമാണ്. നമ്മൾ ഫോം എന്ന് പറയുന്ന ഒരു മുറുങ്ങാണ്. ഇത് കാട്ടുപന്നീൻ്റെ തോലാണ് കേട്ടോ. കാട്ടുപന്നീൻ്റെ തോല്. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ തന്നെ. ഇത് കാട്ടുപന്നിയുടെ പല്ലാണ്. ടൈഗേഴ്സിനോ ടൈഗേഴ്സ്. And this one, it is known as head, which we do when head hunting. ഓക്കെ. ഇത് ഹെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്ന അതിനുള്ളൊരു സിമ്പിളാണ്. സോ ഇറ്റ് സിംബിളൈസസ് ദാറ്റ് യു കട്ട് ദ ഹെഡ്. ഓക്കെ. ഹെഡ് കട്ട് ചെയ്തെന്ന് കാണിക്കുന്ന സിമ്പിൾ. ബാക്കി വസ്ത്രങ്ങൾ. This one, wild pig. This is a pig. Yeah, wild pig. Wild pig. ഇത് wild pig തന്നെ. ഇതിന്റെ പല്ല്. Teeth, right? Yeah. Thank you so much. നാഗാലാൻഡില് മനുഷ്യന്മാരുടെ തലവെട്ടുന്ന മനുഷ്യന്മാരുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും.
വിശ്വസിച്ചേ മതിയാവും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ട്രൈബ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശത്രുത വെച്ച് പുലർത്തിയിരുന്നു. എതിർപക്ഷത്തുള്ള ആൾക്കാരുടെ തലവെട്ടുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചോളം ഒരു അഭിമാന സിമ്പിളാണ്. അങ്ങനെ തലവെട്ടിൽ ഇവർക്ക് കിട്ടുന്ന ഒരു പാരിതോഷികമാണ് ഇതേപോലത്തെ ലോക്കറ്റ് കിട്ടും. അപ്പോൾ ഈ ലോക്കറ്റ് കാണിക്കുന്നത് ഇപ്പോൾ ഒരാളെ കൊന്നാൽ ഒരു തലയുള്ള ലോക്കറ്റ് കിട്ടും, രണ്ടാളെ കൊന്ന് 2 കിട്ടും, മൂന്നാളെ കൊന്ന് 3 കിട്ടും, നാലാളെ കൊന്ന് 4 കിട്ടും. ഇങ്ങനെ ഈ ലോക്കറ്റ് കൂടുതൽ കിട്ടുന്നവർ എന്ന് പറയുന്നത് ഇവരുടെ പവർ കാണിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഇന്ന് നിരോധിച്ചിരിക്കുന്നു, ഇന്ന് ഭരണഘടനാപരമായി നിരോധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഇവിടെ സാംസ്കാരിക വൈവിധ്യം ഇവരെപ്പോഴും ലോകത്തിന് മുന്നിൽ ഇവർ അവതരിപ്പിക്കുന്നതിൽ ഇവർ യാതൊരുവിധ പിശുക്കും കാണിക്കുന്നില്ല. ഫോം എന്ന് പറയുന്ന മുറുങ്ങിൻ്റെയാണ്, അവരുടെ മുറുങ്ങാണിത്. അവരുടെ ഒരു എത്നിക് ഫുഡിൻ്റെ ഒക്കെ സ്റ്റാളാണ് അവിടെ ഇപ്പുറത്തുള്ള. ഇതാണ് അവരുടെ ഫോമിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവർക്ക് മിസ് ഫോമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിതിൻ്റെ അകത്ത് കാണാം. ഇത് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി എന്നിട്ട് ഇങ്ങനെ നല്ല സൗണ്ട് വരട്ടോ, അതിഭീകരമായ സൗണ്ട് വരട്ടോ. നമുക്കറിയില്ല യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും, പക്ഷെ ഇവർ യൂസ് ചെയ്യുന്ന ഇതിന്റെ ബീറ്റിന്റെ അതിനനുസരിച്ചിട്ട് ഈ ശത്രുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വളരെ സ്പീഡായിട്ട് മുട്ടും. ഇന്നലെ കാണിച്ചു തരുന്നില്ല അവര്, ഇങ്ങനെയൊക്കെയാണ് അതിന് മുട്ടുന്നത്. ഇവിടുന്ന് തന്നെ തൊട്ട മുമ്പ് തന്നെ വെടിവെച്ചു. ഇവര് തോക്ക് കൊണ്ടല്ല പുല്ല് പോലെയാണ് കളിക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചാണിത്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ കറി എന്നൊക്കെ പറയാം. നമ്മൾ ഈ റൈസ് ലോക്കൽ റൈസാണ്, അതിന് 50 റുപ്പീസൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ള കറികൾ നാസാങ് സുരു 100 റുപ്പീസ്, വിൻസുരു നാഗ് ദാലാണ്, അതായിരിക്കും നാഗ ദാല്. അച്ചാർ പോലത്തെ സംഭവം, അത് അതിൻ്റെ ഒരു എല്ലാവർക്കും ഇത് കൊടുക്കുന്നതാണ്. പിന്നെ ഞങ്ങളൊരു ഓംലെറ്റിനും കൂടി പറിച്ചിട്ടുണ്ട്. ഓംലെറ്റ് അവർ എങ്ങനെയൊക്കെ പ്ലെയിൻ ആണെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പ്ലെയിനൊന്നുമല്ല. അങ്ങനെ അതിൻ്റെ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഉച്ചക്ക് തന്നെ കഴിക്കുന്നില്ലേ നമ്മൾ സ്കൂളിൽ, ആ ഒരു ഇതാട്ടോ. അതായത് മൺപേര് അതേ ഒരു ടേസ്റ്റ്, ഓക്കെ, ആ ടേസ്റ്റ് വരുന്നുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. പിന്നെ നിങ്ങൾ നാഗാലാൻഡ് വരുമ്പോൾ ചിന്തിക്കേണ്ടായിരുന്നത് നോൺ വെജ് കഴിക്കണം കേട്ടോ. നോൺ വെജ് യാതൊരുവിധ ഉറപ്പ് നൽകില്ല നമുക്ക്, അതിൻ്റെ നീറ്റ്നെസ്സും കാര്യങ്ങളിലൊന്നും. പക്ഷെ ഇതുപോലത്തെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കാം, അതായിരിക്കും വയറിന് നല്ലത്. This one is called mustard leaf. Mustard leaf. Okay, that's not in the Complimentary. Thank you. മല്ലിച്ചപ്പില്ലേ? അതെ, മസ്റ്റർഡ് സീഡ് ആണത്. അത് മല്ലിച്ചപ്പ് കഴിക്കുന്നില്ലേ? ആ ഒരു ഫീൽ കേട്ടാ.
അല്ലേ